കട്ടളപ്പാളി ഇളക്കി കൊണ്ടുപോകുന്നു, ദ്വാരപാലക പാളികൾ ഇളക്കി കൊണ്ടുപോകുന്നു ഒക്കെ ആത്മീയ കാര്യം മാത്രമല്ലല്ലോ ശ്രീ അരുൺകുമാർ. അതില് ദേവന്റെ അനുവാദം അനുജ്ഞ വാങ്ങുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. പക്ഷേ ഇത് ഭരണപരമായ കാര്യമാണ്. അവിടെ ദേവസ്വം മാനുവലിന് വിരുദ്ധമായി, ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി ഇതെല്ലാം കൊണ്ടുപോയത് സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനനുസരിച്ചാണെന്ന്. ആ ഉത്തരവിലാണ് ഈ തന്ത്രി അടക്കമുള്ള ഉറപ്പിട്ടത്. തന്ത്രി ആദ്യം മുതൽ പറയുന്നുണ്ടല്ലോ, സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. ദേവന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ ദേവസ്വം ബോർഡാണ്, തന്ത്രിയല്ല. ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ഇതെത്ര നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്താലും ഇവിടുത്തെ ആത്മീയ കാര്യങ്ങളിൽ മുഴുവൻ അപ്പോസ്തലൻ തന്ത്രിയാണെന്ന് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. നിങ്ങൾ എന്തിനാണ് റിമാൻഡ് റിപ്പോർട്ട് പോലും പുറത്തു വരാതെ, അല്ലെങ്കിൽ ഇതിന്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ തന്ത്രിയെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണല്ലോ? ഏതായാലും ഹൈക്കോടതി സീൽഡ് കറക്റ്റ് 1998 ഇവിടെ ദ്വാരപാലക ശില്പത്തിനും അതുപോലെ തന്നെ ശ്രീകോവിലിനുമെല്ലാം സ്വർണം പൂശി എന്ന അറിവുള്ളയാളാണ് തന്ത്രി. ഒരിക്കൽ പൂശി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പ്രത്യേകിച്ച് പൂശേണ്ട കാര്യമില്ല. അത് അഴിച്ചെടുക്കുന്നതിന് മുമ്പ് നടത്തേണ്ടിയിരുന്ന കൃത്യമായിട്ടുള്ള അനുജ്ഞ വേണം. അതോടെ തന്നെ ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും അതുപോലെ താന്ത്രിക നടപടി പാലിക്കാതെയും ഇട്ട് അഴിച്ചെടുക്കുന്നു. മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊടുത്തുവിടുന്നു. അത് ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടുന്നു. ആരും അതിനെ അനുബന്ധിച്ച് പോകുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞും തിരിച്ചു വരുന്നില്ല. 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നു, തൂക്കമെടുക്കുന്നു. തൂക്കത്തിൽ വ്യത്യാസം കാണുന്നു. ഈ ഘട്ടത്തിലെല്ലാം തന്ത്രി അവിടെ കൃത്യമായി ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന വ്യക്തി ദേവസ്വം ബോർഡിനെ അറിയിക്കണം. ശരിക്കും ആചാര ലംഘനം നടന്നിരിക്കുന്നു എന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കണം. ഇത്തരത്തിൽ ഓരോ ഘടകം എടുത്ത് പരിശോധിച്ചാലും തന്ത്രിയുടെ ഒരു റോഡ് നമുക്ക് വ്യക്തമാണ്. കൃത്യമായി ഗൂഢാലോചന ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.